അസ്സലാമു അലൈക്കും ഷാജിൻ്റെ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോഴേ ചില ആളുകളൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് കമൻറ്റിൽ നല്ല അനുകൂലമായ മെസ്സേജ് അയച്ച് ഉസ്താദ് അത് പറഞ്ഞു കൊടുക്കണം, ഉസ്താദെങ്കിലും ഉണ്ടായല്ലോ പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ അറിയിക്കുകയും ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ചില ആളുകൾ അങ്ങനെയാണല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റിക്കോണമെന്നുണ്ടാവില്ല. ഈ ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഉസ്താദ് നിങ്ങൾ ഇതിൽ ഇടപെടുന്നത്? ഞാൻ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് മനസ്സിലാക്കണം. ഞാൻ അള്ളാൻ്റെ ദീനാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ പഠിച്ചത് അത് പറഞ്ഞു കൊടുത്ത്, അത് എൻ്റെ ഈ ശ്വാസം നിൽക്കുന്നത് വരെ ഞാൻ പറയും. അതെൻ്റെ കടമാണ്, അത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ കടമയാണ്. ഇദാ ലൊഹറൽ ഫസാദു ഫസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്നല്ലേ മുത്തുനബി പറഞ്ഞത്. നമ്മുടെ പുന്നാര നബി അങ്ങനെയല്ലേ പറഞ്ഞത്. ഒരു ഹറാമ് കണ്ടിട്ട് മുണ്ടാതിരുന്നാൽ അള്ളാഹ്ൻ്റെ ലഅനത്തുണ്ടാവില്ലേ? പേടിയല്ലേ നമുക്ക്? മരിച്ചു പോകണ്ടേ? ഖബറ് കിടക്കണ്ടേ? ഹിസാബ് ഉണ്ടാവൂലേ? സിറാത്ത് ഉണ്ടാവൂലേ? നമ്മൾ ഈ യൂട്യൂബ് ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? യൂട്യൂബൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തിനാണെന്നൊക്കെ അറിയോ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് എന്തിനാണെന്നൊക്കെ അറിയോ? നല്ല കാര്യങ്ങൾ, നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. തിന്മയിൽ വഴി നടത്താൻ ഒരു മേഖലയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. തിന്മയിലൂടെ നടക്കാൻ ഒരു മേഖലയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അതൊക്കെ നാളെ ആഖിറത്തിൽ വലിയ ഹിസാബിനെ നമ്മൾ അള്ളാഹിന് മുമ്പിൽ പറയേണ്ടി വരും. ചില ആൾക്കാർ പറയും യൂട്യൂബ് ഹറാമാണ്. യൂട്യൂബ് ഹറാമാണെങ്കിൽ നമ്മളെ കയ്യിലെ ഫോൺ തന്നെ ഹറാമാണ്. കാരണം ഈ ഫോണിൽ നിന്ന് ഉണ്ടായതാണല്ലോ യൂട്യൂബ് എന്നുള്ള സംഗതി. ഈ ഫോൺ ഉണ്ടായത് കൊണ്ടല്ല യൂട്യൂബ് എന്ന ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തുറക്കാൻ കഴിയുന്നത്. അപ്പോൾ യൂട്യൂബ് തന്നെ ഫോൺ തന്നെ ഉപയോഗിക്കൽ ഹറാമാവുമല്ലോ. ഈ ഫോൺ തുറന്നിട്ട് നമ്മൾ ഫേസ്ബുക്ക് തുറക്കുന്നത്, യൂട്യൂബ് തുറക്കുന്നത്, ഒരുപാട് അന്യപുരുഷന്മാരെ കാണുന്ന അന്യപുരുഷന്മാരും കാണുന്നത്, ഇതൊക്കെ ഹറാമായി തീരൂലേ? അപ്പം ഞാൻ ഷാജിൻ്റെ വിഷയത്തിൽ ഞാൻ ദീന പറഞ്ഞു കൊടുത്തത്, ഒരു അന്യപുരുഷന് ഒരു അന്യ സ്ത്രീയെ കാണൽ അത് പച്ച ഹറാമാണ്. ഇപ്പോൾ ഈ ഷാജിക്ക് ഇത്രയും കോലാഹലങ്ങൾ, ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വന്നതിൻ്റെ കാരണം എന്താ അറിയോ? അവരിങ്ങനെ പബ്ലിക്കായിട്ട് വന്നുകൊണ്ട് വിഷയങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. ചിലതൊക്കെ മാറ്റി പറയേണ്ടി വന്നു. അവരെ ഞാൻ കുറ്റപ്പെടുത്തല്ല. അവരുടെ പിഞ്ചു മക്കളെ കാണുമ്പോൾ വല്ലാത്ത ഒരു വേദനയാണ്. അള്ളാഹു ആ മക്കളെ ആലിമീങ്ങളാക്കി കൊടുക്കട്ടെ. ഷാജിദ എന്ന് പറയുന്ന പൊന്നുമോളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെയൊക്കെ ആലിമീങ്ങളാക്കുക. നാളെ നമ്മളൊക്കെ മരിച്ചു പോകും അല്ലേ? ഈ മരിച്ചു പോകുമ്പോഴേ നമ്മുടെ ഖബറിൻ്റെ അരികിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ അബി എന്ന് പറയുന്ന മക്കൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള മക്കളെ നമ്മൾ വാർത്തെടുക്കണം. മക്കളെ ഇപ്പം തന്നെ നമ്മൾ എല്ലാ നിലക്കുള്ള ഹറാമിയത്തും കാട്ടിക്കൊടുത്ത് അവരുടെ കൈകളിലേക്ക് ദുനിയാവിൻ്റെ രസങ്ങളും ദുനിയാവിൻ്റെ എല്ലാം അവരുടെ കൈകളിലേക്ക്, കൈക്കുമ്പകളിലേക്ക് വെച്ചു കൊടുത്ത് ദുനിയാവിൻ്റെ ആളുകളാക്കി, ഒരു മൊബൈൽ ഫോണിൻ്റെ, ഇൻ്റർനെറ്റിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ ആളുകളാക്കി നമ്മൾ വളർത്തിയാൽ, അങ്ങനെയൊന്നും ആക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മതപരമായ അറിവുകൾ അവർക്ക് കൊടുക്കണം, ഭൗതികപരമായ അറിവുകൾ അവർക്ക് കൊടുക്കണം. പക്ഷേ ഇതൊക്കെ ദീനിൻ്റെ ഉള്ളിലായിരിക്കണം. നമ്മൾ ദീനിനെ ഇല്ലാതാക്കിയിട്ട് ഒന്നും നമ്മൾ ചെയ്തുകൂടാ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉസ്താദാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് തെറ്റാണ് മോളെ, അത് തെറ്റാണ് സഹോദര എന്ന് പറയാൻ അവകാശം എനിക്കുണ്ട്. നമ്മളെ ദീൻ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനൊക്കെ നമുക്ക് ഭാഗ്യം തരട്ടെ. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഷാജിയുടെ അടുത്ത ആൾ, കുടുംബത്തിൽപ്പെട്ട ആൾ എനിക്ക് വിളിച്ചിരുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ്, മോള് ഷാജി എല്ലാ നിലക്കും നല്ല സന്തോഷത്തോടെ കഴിയണം. ഇത് നമ്മൾ ഒരു യൂട്യൂബിൻ്റെ ഒരു ആശ്രയമായിട്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. ഇതൊക്കെ
പിന്നെ എപ്പോഴും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. നമ്മളെ മക്കളെ പോറ്റാൻ എല്ലാ നിലക്കും അള്ളാഹു ഹലാലാക്കിയ രൂപത്തിൽ നമ്മൾ ഒരാളെ നിക്കാഹ് ചെയ്യുക, അവരോടൊത്ത് ജീവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കിട്ടും. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഖൈറിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഖൈർ അള്ളാഹു നൽകട്ടെ. ഫാമിലി ബ്ലോഗർമാരൊക്കെ ശ്രദ്ധിക്കുക, അള്ളാഹനെ പറഞ്ഞില്ല കളി വേണ്ട. നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവും, സ്വതക്ക് കൊടുക്കുന്നുണ്ടാവും, നോമ്പ് നോക്കുന്നുണ്ടാവും, എന്നാലും അള്ളാഹു ഹറാമാക്കിയത് നിങ്ങൾ ഹലാലാക്കാൻ പോകരുത്. അതാണ് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഭാര്യമാരെയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇറക്കിയിട്ട് അവരുടെ എല്ലാ ഭംഗിയും എല്ലാം നോക്കി രസിക്കുന്ന ഒരു പറ്റം കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതൊക്കെ പച്ച ഹറാമാണ്. അജൂസത്തായ കിളവിയായ പെണ്ണിനെ പോലും നോക്കൽ കാണൽ ഇസ്ലാമിൽ ഹറാമാണെന്ന് എഴുതി വെച്ച നമ്മളെ മഹാന്മാരുണ്ട്. എന്താണ് ഈ മനുഷ്യന്മാർ പല ഐറ്റാണല്ലോ, പല കോലത്തിലാണല്ലോ. ഇപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ അന്യ പുരുഷന്മാരെ കാണുക, അന്യ സ്ത്രീയെ കാണുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിൽ തെറ്റായ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് അള്ളാഹനെ പേടിച്ച് ജീവിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.